രാഷ്ട്രീയക്കാരിയാവുന്നതിന് മുമ്പ് ഞാൻ സാഹിത്യമാണ് പഠിച്ചത്, സാഹിത്യമാണ് പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ വായന വളരെ എല്ലാ മേഖലയിലുമുള്ള വായനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ വളർന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വായന ഉണ്ടായിരുന്നു. എൻ്റെ നിലപാടുകളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സമയത്തായാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ദിശയിലുള്ള കാര്യങ്ങൾ വായിക്കാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു ശീലം വളർന്നു വരും. അത് വാസ്തവത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വായനയെ വളരെ വിപുലമായി കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ആ നിലയിൽ എന്നെ സ്വാധീനിച്ച വായന ഒന്ന് ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ പൊതുധാരണകളിൽ നിന്ന് നമ്മൾ സാധാരണഗതിയിൽ സമൂഹത്തെ മനസ്സിലാക്കുന്ന ചില രീതികളുണ്ട്. ആ ഒരു സമീപനത്തിൽ നിന്ന് കുറെ കൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും നമ്മുടെ ചില പൊതുധാരണകൾ അത് എൻ്റെ ധാരണകൾക്ക് വിരുദ്ധമായതെന്നുള്ളതല്ല, പക്ഷേ എൻ്റെ പല കാര്യങ്ങളെയും കൂടുതൽ വിശാലമായി ചിന്തിക്കാനും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും പ്രേരിപ്പിച്ചത് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ. വസ്തുതയിൽ അത്ഭുതപ്പെടുത്തിയ രണ്ട് എഴുത്തുകാരൊന്ന് VMSഉം ഡോക്ടർ അംബേദ്കറുമാണ്. രണ്ടാമത്തെ എൻ്റെ ധാരണകളെ കൂടുതൽ വിപുലമാക്കാനും കൂടുതൽ തെളിമയുള്ളതാക്കാനും എന്നെ സഹായിച്ചത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വായനയാണ്. നേരത്തെ ഒരു പൊതുധാരണയൊക്കെയാണ് ഉണ്ടായിരുന്നത്. MP ആയിരുന്ന സമയത്ത് നമ്മൾ ചോദ്യം ചോദിക്കും, പരിസ്ഥിതിയെ സംബന്ധിച്ച് ചോദിക്കും, അപ്പോൾ ഒരു പൊതുധാരണയാണ്. പക്ഷേ ഹരിത കേരള മിഷൻ്റെ വൈസ് ചെയർപേഴ്സൺ ആയപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചേ മതിയാകൂ. കാരണം ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് നല്ല ധാരണ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ ആ നിലയിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വായന വാസ്തവത്തിൽ നമ്മൾ വെച്ചു പുലർത്തുന്ന ചില കാര്യങ്ങൾ ചിലത് തിരുത്തേണ്ടതും ചിലത് കൂടുതൽ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വായനകൾ കുറച്ചുകൂടി അതിലേക്ക് വരാനുള്ള ഒരു പ്രേരണ വാസ്തവത്തിൽ ഇതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്.